ഹലോ ഗെയ്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയക്കൂറ ബിരിയാണിയാണ്. അതിനാണ് ചെറിയ അയക്കൂറയാണ്, വലുതൊന്നല്ല. അതിനായി മുളപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം ഇട്ട് നന്നായി പിഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ലേശം വെള്ളവും കൂട്ടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അതിലേക്ക് ഓരോ കഷ്ണവും മീനിട്ട് നന്നായി പരത്തിയെടുക്കുക. മീനിലേക്ക് നന്നായി പിടിപ്പിച്ചെടുക്കുക. അതിനെല്ലാം ഷോക്ക് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളി, 5 നീരുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലൊക്കെ മിക്സാക്കി വെക്കുക. നമുക്ക് 1 ഹവേഴ്സായി. അതിനെ മീനൊക്കെ ഫ്രൈ ചെയ്യുക. ഒരു ഫ്രൈ പാനിലേക്ക് എണ്ണയും കൂട്ടി മീനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുക. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതിനെ ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം അതിനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. നന്നായി കാഞ്ഞതിന് ശേഷം അതേ ഫ്രൈ പാനിലേക്ക് എണ്ണ കൂട്ടി അതിലേക്ക് നീരുള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി വെക്കണം. എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇടുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുക. നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ലേശം കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ലേശം കോഴി മസാലയും ഇടുക. ഫിഷ് മസാല ഇട്ടാൽ നല്ലതാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കോഴി മസാല ഇട്ടത്. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതിടുക. അത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. അത് ലേശം ഒന്ന് വേവിൽ വേവുന്നത് നല്ലതാണ്. അതിന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് അതെടുത്തിട്ടായിട്ട് പുതിന, കരിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം ഇടാം. ഇട്ടിട്ടായിട്ട് നന്നായിട്ട് അതിൽ വഴറ്റിയിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിനെ സിർക്കയാണ്, വെള്ളമല്ല കേട്ടോ, സോറി. സിർക്ക ഒഴിച്ചിട്ട് ലേശം അതിന് വെക്കാം. പിന്നെ അതിലേക്ക് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച മീനുകളും എടുത്തിട്ട് ഇടാം. എല്ലാ മീനുകളും ഇടണം. ഇട്ടാൽ എന്നിട്ട് ലേശം അടച്ച് വെക്കാം. അടച്ച് വെച്ച് അത് നല്ലപോലെ മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറുണ്ടാക്കാം. വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ലേശം എണ്ണയും ഒഴിക്കുക. പാം ഓയിലാണ്. അതും ഒഴിച്ച് നീരുള്ളി വഴറ്റിയെടുക്കുക. നന്നായി പൊരിച്ചെടുക്കണം. നല്ല നെയ്ച്ചോറിൻ്റെ മീറ്റൊക്കെ വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായി വഴറ്റിയെടുക്കുക. ഇതുപോലെ ആവണം. ഇതിനെ മാറ്റിയെടുക്കുക. അതേ ഓയിലിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ടിട്ട് എടുക്കുക. ഉണ്ടെങ്കിൽ അതെൻ്റെ ഇല്ലാത്തതാണ്. അതേ ഓയിലിലേക്ക് ഞാൻ കറുവാവട്ടിയും പിന്നെ മസാലയൊക്കെ ഇടുക. എന്നിട്ടായിട്ട് അതിലേക്ക് നമ്മൾ പോത്തി വെച്ച 1 കപ്പ് അരിയെങ്കിൽ ആ കപ്പ് അരി നമുക്ക് അതിലിട്ട് നന്നായി വറുത്തെടുക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി വറുക്കുക. എന്നിട്ടായിട്ട് 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം കൂട്ടുക. വെള്ളം കൂട്ടി നന്നായി മിക്സ് ചെയ്യുക. അത് കട്ട പിടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ലേശം ഉപ്പ് ഇടണം കേട്ടോ, അത് മറന്നു പോയിച്ചല്ലേ. പിന്നെ അത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അതേ ഫ്രൈ പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇടുക. മസാല നന്നായിട്ട് പെറ്റിയെടുക്കുക. അതിൻ്റെ മുകൾക്ക് നമ്മൾ ഉണ്ടാക്കിയ ചോറിടുക. ലേശം ഇട്ടാൽ മതി, എല്ലാം ഇടണ്ട. എന്നിട്ടായിട്ട് ഞങ്ങൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിന, പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ നീരുള്ളി അതെല്ലാം ഇടാം. എന്നിട്ട് അതിൻ്റെ മുകൾക്ക് ലേശം പിന്നെയും മസാല ഇടാം. വീണ്ടും അതേപോലെ ചെയ്യും. എന്നിട്ട് കളർ വയ്ക്കും. മഞ്ഞ കളറാണ്. അത് വെച്ചിട്ടായിട്ട് വീണ്ടും മസാല ഇടാം. മസാല ഇട്ടിട്ട് അതേപോലെ വീണ്ടും ചോറൊക്കെ ഇട്ട് ദം ചെയ്ത് വീണ്ടും സെപ്പറേറ്റ് അതേ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ വറുത്ത് വെച്ച നീരുള്ളി എല്ലാം ഇടാം.
വറുത്ത് വെച്ച നീരുള്ളി എല്ലാം ഇടാം. എന്നിട്ടായിട്ട് അതിൻ്റെ മുകളിൽ ലേശം കളറ് ഒഴിക്കുക, മഞ്ഞ കളറ്. അത് ലേശം പാലിൽ കളറിട്ടിട്ടാണ് ഞാൻ വെച്ചത്, അതുപോലെ വെച്ച്. പിന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനെല്ലാം ഇടാം, എല്ലാ മീനും ഇടാം, ഇട്ട് വെക്കുക. പിന്നെ നന്നായിട്ട് ദമ്മ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ അലുമിനിയത്തിൻ്റെ ഗ്ലാസ്സൊന്നും നല്ലതാട്ടോ. അതിൽ നന്നായിട്ട് ചുറ്റും കവർ ചെയ്ത് മൂടി വെക്കുക. മൂടി വെച്ചാൽ നല്ലത്. അത് നന്നായിട്ട് അടുക്കി നല്ല സുഖം വരും. അപ്പം നല്ല പാണ്ടാണ്. ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ തന്നെ. എന്നിട്ട് നന്നായി വിളമ്പിയെടുക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.